ഹായ് ഡിയേഴ്സ്, 21 ദിവസത്തെ ഡ്രീം ഹോം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ 11ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനുള്ളിലാണ് നമ്മൾ സ്വപ്ന വീടുണ്ടാക്കിയത്. ചിന്തകളിലൂടെ വിഷ്വലൈസ് ചെയ്തും അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷനുകൾ എഴുതിയും വികാരങ്ങൾ ഉള്ളിൽ ആവോളം അനുഭവിച്ചുമെല്ലാം. എന്നാൽ ഇന്ന് നമ്മൾ ആ സ്വപ്നത്തെ നമ്മുടെ ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ചെറിയൊരു ആക്ഷൻ എടുക്കുകയാണ്. അതാണ് സ്ഥലം അന്വേഷിക്കുക, അല്ലെങ്കിൽ ലൊക്കേഷൻ അന്വേഷിക്കുക. ഇതിനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് വീട് വെക്കേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. നാട്ടിൻ പുറത്ത് ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലാണോ, അതോ എല്ലാ സൗകര്യവുമുള്ള ടൗണിനടുത്താണോ നിങ്ങൾക്കിഷ്ടം? സ്കൂള്, ആശുപത്രി, മെയിൻ റോഡ് എന്നിവയൊക്കെ അടുത്ത് വേണമെന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിൽ തീരുമാനിക്കുക. ഇനി സ്ഥലം വാങ്ങുന്നതിനായിട്ട് റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റുകളോ അതുപോലെ തന്നെ പരസ്യങ്ങളോ ഒക്കെ നിങ്ങൾ ഫോണിൽ എടുത്തു നോക്കുക. ഈ പത്രത്തിലാണെങ്കിൽ സ്ഥലം വിൽപ്പനയ്ക്ക് എന്നുള്ള പരസ്യമൊക്കെ നിങ്ങൾ കാണാറില്ലേ? അപ്പോൾ ഇതൊക്കെ നോക്കുക. ഇനി ഏതെല്ലാം സ്ഥലങ്ങളിലാണ് പ്ലോട്ടുകളുള്ളത്, അവിടുത്തെ റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ നോക്കുക. അതായത് ഒരു ഏകദേശ ധാരണ നിങ്ങൾ ഉണ്ടാക്കുക. ഇനി സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ ആഗ്രഹമുള്ള പ്രദേശങ്ങളിലൂടെ വെറുതെ ഒന്ന് നടക്കുകയോ, അല്ലെങ്കിൽ ഇനി അവിടേക്ക് യാത്ര ചെയ്തിട്ട് അവിടെ പോയിട്ട് ആ സ്ഥലമൊക്കെ കാണുക. എന്നിട്ട് മനസ്സിൽ പറയുക, ഇവിടെ എവിടെയോ ആണ് എൻ്റെ സ്വപ്ന വീട് വരാൻ പോകുന്നത് എന്ന് മനസ്സിൽ കരുതി സന്തോഷിക്കുക. ഇനി പലർക്കും വരുന്നൊരു സംശയമുണ്ട്. അതെന്താണെന്നോ? അയ്യോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ ഉള്ള പണം മുഴുവനായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇപ്പോൾ തന്നെ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നത്? പണം വരുമ്പോൾ ചെയ്താൽ പോരെ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തിരച്ചിൽ തുടങ്ങുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിനും നമ്മുടെ സ്വന്തം ഉപബോധ മനസ്സിനും കൊടുക്കുന്ന ഒരു സന്ദേശം, ഞാൻ എൻ്റെ സ്വപ്ന വീടിന് വേണ്ടിയിട്ട് പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചിരിക്കാതെ ഇതുപോലെ ചെറിയ ചെറിയ ആക്ഷനുകൾ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസം കൂടും. അത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് വേഗത്തിലെത്തിക്കുകയും അതിനു വേണ്ട വഴികളും സാമ്പത്തിക സ്രോതസ്സുകളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ തിരയാൻ ആരംഭിക്കുക. നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് അനുയോജ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ മണ്ണ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതായത് നമ്മൾ ജീവിതത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും ലക്ഷ്യമിടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് നമ്മളിലേക്ക് അടുക്കുവാനായിട്ട് വഴികൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം ചെയ്യുക. അപ്പോൾ 1-2 ദിവസം നമ്മൾ അന്വേഷിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച അന്വേഷിച്ചതുകൊണ്ടോ നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് കിട്ടുന്നിടം വരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ പ്രപഞ്ചം തക്ക സമയത്ത് നിങ്ങൾക്ക് ആ കാര്യം നടത്തിത്തരും.